ശ്രീരാമം കരുണാകരം ഗുണനിധിം സീതാപതിം ശാശ്വതം പാരാവാരഗഭീരമഭ്യനയനം പ്രാവൃദ്ധനശ്യാമളം വീരശ്രേഷ്ഠമനാമയം വിജയിനം വിശ്വപ്രകാശാത്മകം ഘോരാരി പ്രകരാധിപ പ്രഹരണം കോദണ്ഡരാമം ഭജേ. ശ്രീരാമചന്ദ്ര പ്രഭു പാഹി മാം പാഹി. അങ്ങനെ ഒരു ദിവസം ദശരഥൻ രാജ്ഞിമാരുമായി അവരിങ്ങനെ ഓടിച്ചാടി കളിക്കുന്ന അത് കണ്ടിട്ട് അമ്മമാര് പരമാനന്ദം അനുഭവിച്ചു എന്നാണല്ലോ ഇന്നലെ പറഞ്ഞത്. ഇന്നിപ്പോ എന്താ, ഒരു ദിവസം ദശരഥൻ രാജ്ഞിമാരുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ അഭിപ്രായം ഇത്രത്തോളായി എന്ന് പറയുന്നു. കുട്ടികൾ ദാസിമാരോടൊപ്പം കഴിയുന്ന കാലത്തോളം അവർക്ക് വേണ്ടപ്പെട്ടതൊന്നും പഠിക്കാൻ കഴിയുകയില്ല. ദാസിമാരോടെ ആകുമ്പം അതിനനുസരിച്ചൊരു നല്ലൊരു വിവരം ബുദ്ധിയും വേണമെന്നുണ്ടാവില്ലല്ലോ. അങ്ങനെയാൽ അവരുടെ ബുദ്ധിയോ പ്രത്യേക വാസനകളോ വികാസം കൊള്ളുകയുമില്ല. അതുകൊണ്ട് നമുക്ക് അവരെ എഴുത്തിനിരുത്തേണ്ട സമയമായില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ വിദ്യാഭ്യാസം ആരംഭിക്കേണ്ട ശുഭസമയം തീർച്ചയാക്കപ്പെടുകയും ചെയ്തു. രാജാവ് എന്താ പറയുന്ന വെച്ചാൽ 3 രാജ്ഞിമാരും ഒരൊറ്റ ശബ്ദത്തില് സമ്മതിക്കും. അങ്ങനെയാണ് അവരുടെ ഒരു ഐകമത്യം മഹാബലം എന്നല്ലേ. അങ്ങനെ ഐകമത്യത്തിലാണ് 3 രാജ്ഞിമാരും. രാജാവിന്റെ ആജ്ഞയല്ല, വാക്ക് എന്തായാലും അവരത് അതുപോലെ അംഗീകരിച്ചിരിക്കും. അതിനായി ഗുരുബോധന്മാര് വരുത്തുകയും ചെയ്തു. ആ ദിവസം മുതല് ആ ഓമന കുമാരന്മാർ ഗുരുഗൃഹത്തിൽ താമസം തുടങ്ങി. 4 പേരും ഗുരുനാഥന്റെ ഭവനത്തിലായി താമസം. എല്ലാ വിലപ്പെട്ട വസ്ത്രങ്ങളും ഭൂഷണങ്ങളും അവർ ഉപേക്ഷിച്ചു. ഒന്നും വേണ്ട. ഇത് ബ്രഹ്മചാരി കുട്ടികളായില്ലേ. ലളിതമായ വസ്ത്രങ്ങൾ അരയിൽ ചുറ്റി മറ്റൊന്ന് ചുമലിലും ധരിച്ചു. മാതാപിതാക്കളുടെ പ്രേമവും ശ്രദ്ധയും പൂർണ്ണമായുള്ള അന്തരീക്ഷത്തിലാണ് കുട്ടികൾ ഉള്ളതെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം നല്ലപോലെ പുരോഗമിക്കാൻ സാധ്യമാകയില്ല. ഇടക്കിടക്ക് ഈ അമ്മേന്റെയും അച്ഛന്റെയും സ്നേഹലാളനകൾ കൊണ്ട് വിദ്യാഭ്യാസത്തിന് അത്ര ഗുണം കിട്ടൂല എന്നുള്ളത് കൊണ്ട് കുട്ടികൾ ഗുരുനാഥന്മാരോട് ഒന്നിച്ചിട്ട് വസിക്കണം. അതാണ് പണ്ടത്തെ സമ്പ്രദായം, ഗുരുകുലവാസം. അവിടെ നിന്നിട്ട് രാജാവിന് ഗുരുനാഥന് എന്താ ചെയ്യേണ്ട വെച്ചാൽ അതൊക്കെ ഇവര് ദാസന്മാരുടെ മാതിരി ചെയ്യും. അപ്പൊ ഇനി പശു ഉണ്ടെങ്കിൽ പശുവിനെ കറക്കാനായ പ്രായമായ കുട്ടികളെ പശുവിനെ കറക്കേണ്ടി വരും, പശു തൊഴുത്ത് വൃത്തിയാക്കേണ്ടി വരും, വിറക് പൊട്ടിച്ചു കൊണ്ട് കൊടുക്കേണ്ടി വരും, വെള്ളം കൊണ്ട് കൊടുക്കേണ്ടി, ഇങ്ങനെയൊക്കെ അവര് ചെയ്യേണ്ടി വരും. അതിനൊക്കെ വിദ്യാഭ്യാസവും ഗംഭീരച്ച് നടക്കുകയും ചെയ്യും. അങ്ങനെ രാവും പകലും പാഠങ്ങൾ ഉൾക്കൊള്ളണം. ഗുരുകുലവാസം ചെയ്തിട്ട് രാവും പകലും പാഠങ്ങൾ ഉൾക്കൊള്ളണം. ഗുരുനാഥനെ ശുശ്രൂഷിക്കണം, അദ്ദേഹത്തെ മാതൃകയായി സ്വീകരിക്കണം. അങ്ങനെയൊക്കെയാണ് വിദ്യാർജനം ചെയ്യുന്നതെങ്കിൽ കൂടുതൽ പഠിക്കാൻ കഴിയും. കുട്ടികൾക്ക് ഈ സുഖ സൗകര്യങ്ങളോട് ഇന്നത്തെ കുട്ടികളെ കാണുന്നില്ലേ, സുഖ സൗകര്യങ്ങൾ കൂടുന്നത്ര വിദ്യാഭ്യാസം അവർക്ക് കുറഞ്ഞിരിക്കും. ഗുരുനാഥന്മാർ കൊടുക്കുന്ന ഭക്ഷണമാണ് അവർ കഴിക്കേണ്ടത്. എന്താണ് അവർ ഭക്ഷണം എന്നൊക്കെ അങ്ങനെ പാല് വേണം പഴം വേണം അതൊന്നുമില്ല. എന്താ ഗുരുനാഥൻ കൊടുക്കുന്നത് അത് കഴിച്ചോളാം. അങ്ങനെ രാജകുമാരന്മാര് മഹാരാജാവിന്റെ മക്കളാണേ. ബ്രഹ്മചര്യ ദർശനങ്ങളുടെ മൂർത്തീകരണമായി പ്രശോഭിച്ചു ഇവർ 4 പേരും. അമ്മമാർ വിരഹത്തിന്റെ വിവശത അനുഭവിക്കുന്ന ഘട്ടങ്ങളിലും കുട്ടികളെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർ ഗുരുഗൃഹങ്ങളിൽ ചെന്ന് കുട്ടികളെ കണ്ടിട്ട് അവരുടെ പുരോഗതി മനസ്സിലാക്കി സന്തോഷിച്ചു വരും. അങ്ങനെയാണ് ശിഷ്യന്മാരുടെ ദൃഢനിശ്ചയവും ഉത്സാഹത്തള്ളലും കണ്ട സമയത്ത് ഗുരുനാഥന് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ടായി. അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. ഇത്രയധികം ബുദ്ധിശക്തിയുള്ള കുട്ടികളെ ഞാൻ ഇതിനു മുമ്പേ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളതാണ് ഗുരുനാഥന്റെ തോന്നല്. 4 കുട്ടികൾ വെച്ച് രാമന് പഠിപ്പിൽ അസാമാന്യമായ താല്പര്യമാണ്. പറഞ്ഞറിയിക്കാൻ കഴിയാതെ അത്ര താല്പര്യമാണ് വിദ്യാഭ്യാസത്തില് മൂത്ത ആൾക്ക് രാമന്. എന്തൊരു കാര്യം പറഞ്ഞാലും അത് അക്ഷണത്തിൽ തന്നെ മനസ്സിലാക്കും അദ്ദേഹം. ഈ കുട്ടി ഏത് പാഠവും ഒരിക്കൽ കേട്ടാൽ മതി, തെറ്റാതെ ആവർത്തിക്കാൻ രാമന് കഴിയുന്നിരുന്നു. കുറെ പ്രാവശ്യം ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. രാമന്റെ കുശാഗ്ര ബുദ്ധി ഉണ്ടല്ലോ, അത് ആ ഗുരുനാഥൻ അത്ഭുതപ്പെട്ടു പോയി. ഗുരുനാഥൻ അങ്ങനെയാണ് പറയുന്നത്. മറ്റേ കുട്ടികളെ അവന്റെ നിലയിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുകയും ചെയ്തു. അതേസമയം രാമന്റെ പുരോഗതി മന്ദീഭവിക്കരുതെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. കുട്ടികൾ ഇതുപോലെ മറ്റവരിതുപോലെ പഠിപ്പിക്കും വേണം, രാമൻ പുറകോട്ടാവാനും പാടില്ല. അതുകൊണ്ട് മറ്റു 3 പേരെ അദ്ദേഹം ഒരു പ്രത്യേക വിഭാഗമായി തിരിച്ചു.
അതിവേഗം പഠിക്കുന്ന രാമന്റെ കാര്യത്തിൽ വ്യക്തിഗതമായ ശ്രദ്ധ വർദ്ധിപ്പിക്കുകയും ചെയ്തു. രാമന്റെ ഒരു പ്രത്യേക ശ്രദ്ധയും കൊടുത്തു. മറ്റേ കുട്ടികളെ അതുപോലെ തന്നെ വേറെ ഒരു വിഭാഗമാക്കിയിട്ട് അവരെയും പഠിപ്പിക്കുന്നു വേണ്ട പോലെ. ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും അവരുടെ പാഠങ്ങൾ നല്ലപോലെ പഠിച്ചിരുന്നു. പക്ഷേ രാമന്റെ കൂട്ടുകെട്ടുന്ന സഖ്യത്തിന് അവർ വളരെ കൊതിച്ചു. വേട്ടനില്ലാണ്ട് അവർ കാവുകയേ ചെയ്യില്ല. രാമൻ കാഴ്ചയിൽ നിന്ന് മറിഞ്ഞാൽ അവർക്ക് സ്വന്തം പഠിപ്പിലും ഗുരു ശുശ്രൂഷയിലും താല്പര്യം വളരെയധികം നഷ്ടപ്പെടുന്നു. അത് മനസ്സിലായി ഗുരുവിന്. അതിന്റെ ഫലമായി അവർക്ക് രാമന്റെ ഒപ്പം എത്താൻ കഴിഞ്ഞതുമില്ല. അവർ 1-2 പാഠങ്ങൾക്ക് പുറകിലായിരുന്നു. അതെന്താ കാരണം? ഏട്ടനെ കുറച്ചു വിട്ടു നിൽക്കേണ്ടി വരുന്നത് അവർക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്. തങ്ങൾക്ക് യാതൊരു പഠിത്തത്തിന്റെയും പാഠങ്ങളുടെയും ആവശ്യമില്ലെന്നും രാമന്റെ കൂട്ടു മാത്രം കിട്ടിയാൽ വളരെ സന്തുഷ്ടരായിരിക്കുമെന്ന് 1-2 വട്ടം പറഞ്ഞു നോക്കിയവര് ഗുരുനാഥനോട്. ലക്ഷ്മണൻ നല്ല പറഞ്ഞൊക്കെ പറയാൻ ലക്ഷ്മണൻ ധൈര്യപ്പെട്ടു. ലക്ഷ്മണന്റെ ജീവനല്ലേ രാമൻ. അവരിരുവരും തമ്മിലുള്ള ഈ അസാധാരണ ബന്ധം നിരീക്ഷിച്ച ഗുരുനാഥൻ ചിന്തിച്ചു, ഇവർ ഒരിക്കലും പിരിയപ്പെടാത്ത ദിവ്യശക്തികളായ നരനും നാരായണനും അല്ലാതെ മറ്റാരുമല്ല. അങ്ങനെ വസിഷ്ഠ മഹർഷി പറഞ്ഞ വസ്തുത അദ്ദേഹം ഓർത്തു. ഈ ഗുരുനാഥൻ അന്ന് കേട്ടിട്ടുണ്ടായിരുന്നത് അവര് നരനും നാരായണനുമാണ്, അവര് പിരിയൂല എന്നുള്ളത്. അങ്ങനെ സഹോദരന്മാർ ഗുരുഗൃഹത്തിൽ താമസിച്ച് അദ്ദേഹത്തെ ഭക്തിപുരസ്സരം സേവിച്ചു. 4 പേരും അവര് രാജധാനിയിലെ സുഖങ്ങൾ ഉപേക്ഷിച്ച് കഷ്ടപ്പാടുകൾ സന്തോഷപൂർവ്വം സഹിച്ചു. ഇതെങ്കിലും ഇതന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള വിഷമം ഞങ്ങൾ സഹിച്ചോളാം എന്നാണ് അവരുടെ ഭാവം. അങ്ങനെ ജീവിച്ചു. വിനയത്തോടും ഭക്തിയോടും കൂടി അവർ ഗുരുനാഥന്റെ വീട്ടിലേക്ക് ചെന്നു. അവർ വൈദിക സൂക്തങ്ങൾ ഉച്ചരിക്കുന്നത് കേട്ട സമയത്ത് അദ്ദേഹത്തിന് വളരെ സന്തോഷം. എത്ര സ്ഫുടമായിട്ടും ശുദ്ധമായിട്ടും ആയിരുന്നു അവരുടെ നാവിൽ നിന്നിങ്ങനെ ഒഴുകി 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 വരുന്നത് വേദസൂക്തങ്ങള്. പരിശുദ്ധങ്ങളായ വേദസൂക്തങ്ങള് അവരുടെ നാവിൽ നിന്ന് ഉജ്ജ്വല മൗക്തികങ്ങളുടെ നിർജ്ജരം എന്നതുപോലെ ഒഴുകി വീഴുന്നത് തന്നെ അദ്ദേഹം കേട്ടു. മൗക്തികം എന്ന് പറഞ്ഞാൽ മുത്തുകൾ. തന്റെ പുത്രന്മാർ അത്രയും അധ്യയനം ചെയ്തത് കണ്ട് അദ്ദേഹം സന്തുഷ്ടനായി. രാമൻ എഴുന്നേറ്റ് ചെന്ന് പിതാവിന്റെ പാദങ്ങൾ നമസ്കരിച്ചു. കുട്ടികളെ കാണാൻ വന്നത് ദശരഥ മഹാരാജാവ്. അപ്പൊ സന്തോഷമായി എന്നാണ് പറയുന്നത്. കുട്ടികളെ ഈ വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു സമ്പ്രദായം, ആ ഒരു രീതി, ആ ഒരു ഗുരുഭക്തിയൊക്കെ കണ്ട് സന്തോഷായി. രാമൻ എഴുന്നേറ്റ് ചെന്ന് പിതാവിന്റെ പാദങ്ങൾ നമസ്കരിച്ചു. ഇത് കണ്ട് മറ്റു സഹോദരന്മാർ, അതാണ് ഞാൻ പറയാറില്ലേ, അനുകരിച്ച് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പൊ അത് കുട്ടികൾ നമ്മുടെ കീഴെയുള്ളവര് ചെയ്തോളും. കുട്ടികൾ രാമനിപ്പോ എഴുന്നേറ്റ് പിതാവിനെ നമസ്കരിച്ചിട്ട് മറ്റേവർ നമസ്കരിക്കൂല. അച്ഛന്റെ മുമ്പിൽ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യുകയുണ്ടായി. 4 പേരും മാൻതോൽ വിരിച്ച ആസനങ്ങളിൽ ഉപവിഷ്ടനാകുന്നത് അതിന് ഗുരുനാഥൻ ചക്രവർത്തിയെയും മന്ത്രിയെയും ക്ഷണിച്ചു. അവിടെ സിംഹാസനമൊന്നും ഇല്ലല്ലോ, മാനിന്റെ തോല് വിരിച്ചിട്ടുണ്ട്, അവിടെ ഇരിക്കാൻ ക്ഷണിച്ചു. കുട്ടികളെ പഠിപ്പിൽ എത്രത്തോളം പുരോഗതി നേടിയിട്ടുണ്ടെന്ന് അറിയാനായി ദശരഥൻ ഗുരുനാഥനുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ആ സമയത്തോ പിതാവും ഗുരുനാഥനും തമ്മിലുള്ള സംഭാഷണം ഒളിച്ചു നിന്ന് കേൾക്കരുതെന്ന് രാമൻ സഹോദരന്മാരെ ആംഗ്യത്തിലൂടെ അറിയിച്ചു. ഇവരിങ്ങനെ ഇത് കേട്ടാലോ, അവർക്ക് ഒളിച്ചു നിന്നിട്ട് നമ്മളെ കുറിച്ച് എന്താ പറയുന്നതെന്ന് അറിയാലോ എന്നുള്ള ഭാവത്തിൽ ഈ 3 പേരും ഇന്ന് കേൾക്കാൻ ഭാവിക്കുമ്പം ഏട്ടൻ പറഞ്ഞു, ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, അയ്യോ അത് ശരിയല്ല, അങ്ങോട്ട് വരുമെന്ന് ആംഗ്യത്തിലൂടെ കാണിച്ചു. പുസ്തകങ്ങൾ എടുത്ത് ഗുരുവിന്റെ അനുവാദത്തോടുകൂടി മുറി വിട്ടിട്ട് പോവുകയും ചെയ്തു. എല്ലാ സംഗതികളിലും സഹോദരന്മാരെ രാമന്റെ സൂചനകളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചു. ഒന്ന് കണ്ണുകൊണ്ടൊന്നും നോക്കിയാൽ മതി. അവര് ഒരു നോട്ടത്തിലൂടെ അവർക്ക് മനസ്സിലാവും എന്താ ഏട്ടന് നമ്മളോട് പറയാനുള്ളത് എന്ന്. ഒരു വിരലൊന്ന് ചലിപ്പിച്ചാൽ മതി, അതിലൂടെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. രാമന്റെ ആജ്ഞം പോലും അവർ നിഷ്കർഷം അനുസരിച്ചു. അതുപോലും അവര് വിടൂല. ഏട്ടൻ എന്താണ് പറയുന്നത്, എന്താണ് പറയാൻ ഭാവിക്കുന്നത് എന്നൊക്കെ അവർക്ക് മനസ്സിലാവും. അങ്ങനെ വസിഷ്ഠൻ ദശരഥൻ ഈ സംഭവം കൊണ്ട് രാജകുമാരുടെ സ്വഭാവത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കി. വസിഷ്ഠനും ദശരഥനും കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് രാമന്റെ മാന്യമായ സ്വഭാവത്തെ പറ്റി നല്ല മതിപ്പ് തോന്നി. ഗുരുനാഥന്റെ സംഭാഷണത്തിന്റെ പോക്ക് മനസ്സിലാക്കിയതും ഉടൻ തന്നെ ഉണ്ടായ സവിനയമായ പ്രതികരണവും മറ്റു 3 സഹോദരന്മാർക്ക് ഉദാഹരണവും മാതൃകയുമായിരുന്നു. ആ സമ്പ്രദായം കൂടി കണ്ടപ്പോ ഒരു മനസ്സാ അഭിനന്ദിച്ചു രാമനെ. അത്രയും അച്ചടക്കവും ഒതുക്കവും അവർ ശീലിച്ചത് കൊണ്ട് സന്തോഷിക്കുകയും ചെയ്തു. ദശരഥ മഹാരാജാവും
ഗുരുവായ വസിഷ്ഠ മഹർഷി. വസിഷ്ഠനെ നിയന്ത്രിക്കാൻ പോലും കഴിഞ്ഞില്ല. അതാണ് അദ്ദേഹം പറഞ്ഞു, മഹാരാജാവേ, അങ്ങയുടെ പുത്രന്മാർ എല്ലാ കലകളും അഭ്യസിച്ചിരിക്കുന്നു. രാമൻ എല്ലാ ശാസ്ത്രങ്ങളും ഹൃദിസ്ഥമാക്കിയിരിക്കുന്നു. രാമൻ സാധാരണ മനുഷ്യനല്ല. വേദങ്ങൾ ഉച്ചരിക്കാനായി ഞാൻ അവനെ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ വസിഷ്ഠന്റെ കീഴിലാണല്ലോ ഇവര് പഠിക്കുന്നത്. അപ്പൊ വസിഷ്ഠനും മഹാരാജാവും കൂടി പറയുന്നത് കുട്ടികളുടെ കാര്യം. ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പറയാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. മുൻകൂട്ടി പഠിച്ചു വെച്ചതുപോലെ ഇങ്ങനെ ആവർത്തിക്കും. ഞാനിങ്ങനെ വായ തുറക്കുമ്പോഴത്തേക്ക് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു കഴിയും. വേദമന്ത്രങ്ങൾക്ക് പ്രചോദനം കൊടുത്ത ആൾക്കേ അപ്രകാരം ആവർത്തിക്കാൻ സാധ്യമാകുകയുള്ളൂ. മറ്റാർക്കും അത് സാധ്യമല്ല. ഒഴിവുണ്ടായിരിക്കുമ്പോൾ വായിച്ചിരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പുസ്തകങ്ങളല്ലല്ലോ വേദങ്ങള്. അങ്ങനെ വെറുതെ നോവലും കഥയും വായിക്കുമ്പോൾ വായിക്കേണ്ടതല്ലല്ലോ വേദങ്ങള്. എന്നാലും കൂടി ആ കുട്ടി അത്രമാത്രം അത് ഹൃദിസ്ഥമാക്കിയിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഗുരുവിൽ നിന്ന് ശിഷ്യൻ ചൊല്ലിക്കേട്ട് ഹൃദിസ്ഥമാക്കേണ്ടവയല്ലേ. അങ്ങനെ പരമ്പരയായി സിദ്ധിച്ചു വന്നതാണ് വേദജ്ഞാനം. അവ ഗുരുവിൽ നിന്നല്ലാതെ വേറൊരിടത്തു നിന്നും ലഭ്യമല്ല. ഗുരുമുഖത്തു നിന്ന് മാത്രമേ വേദങ്ങള് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് ശ്രുതി എന്ന പേരുണ്ടായത്. വേദത്തിന് ശ്രുതി എന്നും ഒരു പേരുണ്ട്. ഈശ്വരന്റെ ദിവ്യശ്വാസം മന്ത്രങ്ങളായ രൂപം കൊണ്ടതാണ് ഇത് വേദങ്ങള്. രാമനെ പോലെ ഇങ്ങനെ വേദങ്ങളെ ഹൃദിസ്ഥമാക്കിയ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആര് പറയണു? വസിഷ്ഠ മഹർഷി പറയണു. ഞാൻ എന്തിന് കണ്ടിട്ടില്ലെന്ന് പറയുന്നതും ഇത്രയും ഭംഗിയായി വേദാധ്യയനം നടത്തിയ ഒരാളെ ഞാൻ ഇതുവരെ കേട്ടിട്ടുമില്ല. കണ്ടിട്ടില്ല എന്നല്ല, കേട്ടിട്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത് മഹാരാജാവിനോട്. രാമന്റെ ഇനിയും എത്രയോ അമാനുഷികങ്ങളായ നേട്ടങ്ങളെ പറ്റി എനിക്ക് പറയാൻ കഴിയും. ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളും വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. ത്രികാലജ്ഞാനിയാണല്ലോ അദ്ദേഹം. കുട്ടികൾ എന്റെ ശിഷ്യന്മാരായി ലഭിച്ചതുള്ള മഹാഭാഗ്യത്തെ പറ്റി ആലോചിക്കുമ്പോ തന്നെ എനിക്ക് സന്തോഷം അടക്കാൻ കഴിയുന്നില്ല. ഇത്രയും കാലം ഞാൻ ചെയ്ത തപസ്സിന്റെ ഫലമാണിതെന്ന് എനിക്ക് തോന്നുന്നു. അവർ ഇനി ഒന്നും പഠിക്കേണ്ടതായിട്ടില്ല. എല്ലാം പഠിച്ചു കഴിഞ്ഞു അവര്. രാജകുമാരന്മാർക്ക് അത്യന്താപേക്ഷിതമായ അസ്ത്രവിദ്യയിലും അതുപോലെയുള്ള മറ്റു വിദ്യകളിലും പരിശീലനം നൽകിയാണ് ഇനി വേണ്ടത്. ഇത് കഴിഞ്ഞു വിദ്യാഭ്യാസം, ഇത് കഴിഞ്ഞു. ഇനിയിപ്പം മറ്റേ അമ്പും വില്ലും കൊണ്ടുള്ള വിദ്യയാണ് പഠിക്കേണ്ടത്. എൻ്റെ കീഴിൽ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയായിരിക്കുന്നു. എനിക്ക് പഠിപ്പിക്കാവുന്ന എല്ലാറ്റിലും അവർ അതിപ്രാപ്തരുമായിരിക്കുന്നു. അവര് ഞാൻ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അവരെന്നെക്കാളും കേമന്മാരായവരെന്ന്. ഇന്ന് ശുഭദിനമാണ്. കുട്ടികളെ രാജധാനിയിലേക്ക് തിരികെ കൊണ്ടുപോയാലും എന്ന് രാജാവിനോട് പറഞ്ഞു. രാജാവിന്റെ സന്തോഷത്തിന് അതിരില്ല. ഇത് കേട്ട സമയത്ത് അനേകമാസമായി വിയോഗ ദുഃഖം അനുഭവിച്ചു വരുന്ന ദശരഥൻ ആനന്ദാശ്രുക്കൾ പൊഴിക്കേണ്ടായി. അദ്ദേഹത്തിന് സന്തോഷം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പൊട്ടിച്ചിരിക്കണോ പൊട്ടിക്കരയണോ എന്താ ചെയ്യണ്ടേന്ന് രാജാവിന് മനസ്സിലാവുന്നില്ല. ഈ സന്തോഷ വാർത്ത ഉടൻ രാജ്ഞിമാരെ അറിയിക്കാനും ശിഷ്യന്മാർ ഗുരുവിനെ വിട്ടുപോരുമ്പോൾ ദക്ഷിണയായി കൊടുക്കേണ്ട സാധനങ്ങളോടുകൂടി ക്ഷണം തന്നെ ആശ്രമത്തിൽ എത്തിച്ചേരണമെന്ന് പറയാനും മന്ത്രിയോട് ആവശ്യപ്പെട്ടു. കുട്ടികൾ വരികയായി എന്നും പറയണം. ദക്ഷിണ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോണെന്ന് പറഞ്ഞിട്ട് മന്ത്രിയെ അയച്ചു. സുമന്ത്രർ അതിവേഗം രാജധാനിയിലേക്ക് വിവരം അറിയിച്ചു. ഗുരുദക്ഷിണയെ കൊടുക്കേണ്ട സമ്മാനങ്ങൾ സൗകര്യപ്പെടുത്തി പ്രതീക്ഷിച്ചതിൽ നേരത്തെ മടങ്ങിയെത്തി. രാജാവിന് പറ്റിയ തന്നെയാണ് മന്ത്രി. ഇതിനിടയിൽ വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം കുട്ടികൾ അവരവരുടെ സാധനങ്ങൾ ഭാണ്ഡമാക്കിയെടുത്ത് രഥത്തിൽ വെക്കൽ കഴിഞ്ഞിനി. പിതൃ നിർദ്ദേശപ്രകാരം കുട്ടികളെ സമ്പ്രദായം അനുസരിച്ച് ഗുരുവിനെ പൂജിച്ചു, സമ്മാനങ്ങൾ നൽകി വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള അനുവാദത്തിന് അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പാദങ്ങൾ നമസ്കരിച്ചു. കുട്ടികള് സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കി വെക്കൽ കഴിഞ്ഞു. പിന്നെ അച്ഛൻ പറയുന്നത് കൊണ്ട് കേട്ടിട്ട് പോയി നമസ്കരിച്ച് അനുവാദം ചോദിച്ചുകൊണ്ട് നമസ്കരിച്ചു. കാൽക്കൽ വീണ കുട്ടികളെ വസിഷ്ഠൻ പിടിച്ചെഴുന്നേൽപ്പിച്ച് തന്നിലേക്ക് അടുപ്പിച്ച് കൈകൾ ചേർത്ത് നിർത്തി. കൈകൊണ്ട് തലയിൽ പതുക്കെ തടവി അദ്ദേഹം അവരെ അനുഗ്രഹിച്ചു. വിട്ടയക്കാൻ അശേഷം മനസ്സില്ല. ഇത്ര മാസം കൂടെ നിന്നിട്ട് തന്നെ അദ്ദേഹത്തിന് കുട്ടികളെ വിട്ടയക്കാൻ മനസ്സില്ല. പിന്നെ അമ്മമാരുടെയും അച്ഛന്റെയും കാര്യം പറയാനില്ലല്ലോ. എന്നാലിപ്പോ പറഞ്ഞേക്കാതിരിക്കാൻ പറ്റൂലല്ലോ. വിദ്യാഭ്യാസം പൂർത്തിയായാൽ കുട്ടികളെ പറഞ്ഞേക്കണം. അതുകൊണ്ട് പൊക്കോളൂന്ന് പറഞ്ഞു. വിരഹവേദന കൊണ്ട് അദ്ദേഹം ബാഷ്പാകുലനായി. അദ്ദേഹം കുട്ടികളോടൊപ്പം തേരിന്റെ സമീപത്തേക്ക് നടന്നു.
കുട്ടികളെ രഥത്തിൽ കയറി മുന്നോട്ട് നീങ്ങി. അവർ ഗുരുവിന്റെ നേരെ കൈകൂപ്പിക്കൊണ്ട് വളരെ ദൂരം എത്തുന്നവരെ അദ്ദേഹത്തെ തന്നെ നോക്കി. ടാറ്റ പറയലൊന്നല്ല, രണ്ട് കൈയും കൂപ്പിയിട്ട് ആ ഗുരുനാഥനെ നോക്കിയിരുന്നു തേരില്. ഗുരു ശിഷ്യന്മാർ തമ്മിലുള്ള ഈ ബന്ധം ദശരഥൻ നോക്കിക്കണ്ടു. അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. എൻ്റെ കുട്ടികൾക്കും ആ ഗുരുനാഥനും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമാണല്ലോ ഉള്ളത് എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ അവർ കൊട്ടാരത്തിലെത്തി. വസിഷ്ഠൻ ഹൃദയത്തിൽ ദുഃഖഭാരവുമായി ആശ്രമത്തിലും പ്രവേശിച്ചു. പിന്നെന്തേണ്ട അദ്ദേഹം അവിടെ അദ്ദേഹം അന്ധകാരം മാത്രം കണ്ടു. ഒരു പ്രകാശവുമില്ല, ലേശവും പ്രകാശമില്ല. താനും കുട്ടികളുമായി വികസിച്ചു വന്ന ബന്ധം ഒരു വിലങ്ങായി സ്ഥിരപ്പെട്ടേക്കുമോ എന്ന് അദ്ദേഹം ഭയന്നുപോയി. അദ്ദേഹം മരണയോട് ഉയർന്നു വരുന്ന വേലിയേറ്റത്തെ ഒതുക്കാൻ വേണ്ടി അദ്ദേഹം ധ്യാന നിമഗ്നനാവാൻ നിശ്ചയിച്ചു. ഞാൻ കുറച്ചു സമയം ഏതായാലും ധ്യാനത്തിലിരിക്കട്ടെ, അപ്പൊ എന്റെ മനസ്സൊന്ന് ശാന്തമാകുമല്ലോ എന്ന് അദ്ദേഹം വിചാരിച്ചു. ഇനി ഉടനെ അദ്ദേഹം ബാഹ്യമായ മായാഭ്രമത്തെ ജയിച്ച് ആന്തരമായ ആനന്ദത്തിൽ അങ്ങ് മുഴുകി. പുരുഷാർത്ഥങ്ങളായ ധർമാർത്ഥ കാമ മോക്ഷങ്ങളുടെ മൂർത്തിമദ്ഭാവമാണ് ഈ കുട്ടികളെന്നും അവർ മാനവരൂപം കൈക്കൊണ്ടത് വിശിഷ്ട ജീവിതത്തിന്റെ മഹത്തായ ആദർശങ്ങൾ ഭൂമിയിൽ പുനഃസ്ഥാപിക്കാനാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. ഈ ധ്യാനത്തിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് സാധാരണ മനുഷ്യ കുട്ടികളല്ല, എന്തൊക്കെയോ ചെയ്തു തീർക്കാൻ വേണ്ടി ഭൂമിയിൽ മർത്യന്മാരായി ജനിച്ചവരാണ് എന്ന് മനസ്സിലായി. ഇത് അദ്ദേഹത്തിന് അക്ഷോഭ്യമായ ശാന്തി നൽകി. മനസ്സ് സമാധാനത്തിലേക്ക് വന്നു. കുട്ടികൾക്ക് സിദ്ധിച്ച വിദ്യാഭ്യാസത്തിന് അനുബന്ധമായ ആയുധവിദ്യയിലും പരിശീലനം നൽകാൻ ദശരഥ ചക്രവർത്തി തീരുമാനിച്ചു. അദ്ദേഹം വിദഗ്ധരായ വില്ലാളികളെയും മറ്റും ക്ഷണിച്ചു വരുത്തി കുട്ടികളെ ആക്രമണത്തിന്റെയും തടുക്കലിന്റെയും ശാസ്ത്രം അഭ്യസിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. മറ്റ് വിദ്യാഭ്യാസം കഴിഞ്ഞു, ഇനിയിപ്പം ആയുധവിദ്യ, അതിലും എന്തൊക്കെയാണ് എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു. പക്ഷെ എല്ലാ വിദ്യകളുടെയും മതിനായകന്മാരായി കുട്ടികളുടെ അധ്യാപകരെന്ന് അവകാശപ്പെടാൻ ആർക്ക് കഴിയും? ഇവർ പഠിപ്പിച്ചു കൊടുത്തത് ലോകത്തിൽ മുഴുവനും ഉള്ളൂ. ഇനി ഇവർക്ക് ഒരു ഗുരുനാഥന്റെ ആവശ്യമുണ്ടോ? അവർ മനുഷ്യവേഷത്തിൽ അഭിനയിക്കുകയായിരുന്നു, പഠിക്കുന്നു എന്ന് നടിക്കുകയും പഠിക്കുന്നു എന്നുള്ള ഭാവത്തിലാണ് മനുഷ്യ കുട്ടികളായിട്ട് അഭിനയിക്കുന്നവര്. ഈ പാവകളിയുടെ ചരടുവലിക്കാരനെ ആർക്ക് ചരടുവലി പഠിപ്പിക്കാൻ കഴിയും? അത് തന്നെ മായയുടെ കപട തന്ത്രത്തിന്റെ കീഴിൽ സ്വന്തം യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് ആ കുട്ടികളെ ബാഹ്യ ജീവിതത്തിന് പ്രയോജനകരമായ വസ്തുനിഷ്ഠമായ കൗശലങ്ങളെ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും എത്തിയത്. ലോകത്തെ അത്യാഹിതത്തിൽ നിന്ന് രക്ഷിക്കാനാണ് അവർ അവതരിച്ചിട്ടുള്ളത്. ലോകത്തിന്റെ ആപത്തുകളൊക്കെ തടുക്കാനാണ് ഇവര് അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാലത്തോളം ലോകത്തിലെ കീഴ്നടപ്പിനനുസരിച്ച് അവർ ലൗകികമായി ജീവിക്കണം. അതാണല്ലോ ലോകനീതി. അത് പറയുന്നില്ലേ, സീതേനെ കാണാതെ കരയുമ്പോല്ലാം നമ്മളെ മനുഷ്യന്മാർക്ക് ബോധിപ്പിക്കാനാണ് ശ്രീരാമചന്ദ്രപ്രഭു കരയുന്നത് എന്ന് പറയും. അതുമാതിരി ഇവര് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കളിച്ചു കൂട്ടുന്നത്രേ ഉള്ളൂ. അവർ പ്രായോഗികമാക്കുന്ന ആദർശങ്ങൾ ജനങ്ങൾ പഠിക്കുക തന്നെ വേണം. ഇവര് നടപ്പിലാക്കുന്നത് കണ്ട് ജനങ്ങൾ പഠിക്കണ്ടേ? അതുകൊണ്ട് രാമൻ വെണ്ണീർ മൂടിയ തീക്കട്ടയോ പായൽ പടർന്നു മൂടിയ തടാകമോ മേഘമാകുന്ന തിരശ്ശീല മറക്കപ്പെട്ട ചന്ദ്രനോ പോലെയാണ്. പൂർണ്ണമായിട്ട് ഇങ്ങനെ കാണുന്നില്ല, മനസ്സിലാവുന്നില്ല അവർക്ക്. സ്വയം അങ്ങനെയാണത് പ്രദർശിപ്പിച്ചതെന്ന്. സഹോദരന്മാരാണെങ്കിലോ രാമന്റെ കാലടികൾ പിന്തുടരുകയായിരുന്നു. ഇങ്ങോട്ടാണോ ജ്യേഷ്ഠൻ നയിക്കുന്നത് ഞങ്ങളെ, അത് ആ ഭാഗത്തേക്ക് ഞങ്ങള് പോകുന്നില്ല ഭാവത്തിലാണ് കുട്ടികൾ, അനിയന്മാര്. പരിചയസമ്പന്നരും വിദഗ്ധനുമായ ഗുരുക്കന്മാർക്ക് പോലും അജ്ഞാതമായ തന്ത്രങ്ങളും അതുപോലെ കൗശലങ്ങളും രാമനും ലക്ഷ്മണനും വെളിപ്പെടുത്തി. അത് കണ്ട് ഗുരുക്കന്മാർ അത്ഭുത സ്തബ്ധരായി പോയി. എന്തായി കുട്ടികള്, നമുക്ക് ആരിതൊക്കെ പഠിപ്പിച്ചു വിട്ടു എന്നാണ് അവരുടെ വിചാരം. അവർക്ക് വലിയ ത്രികാലജ്ഞാനമൊന്നുമില്ലല്ലോ, അത്ര അല്പം ഭയമുള്ളവരായി തീർന്നു. ഇത്ര ചെറിയ കുട്ടികൾ ഇത്ര അധികം ഗംഭീരന്മാരാവുന്നു എന്ന് പറഞ്ഞൊരു പേടി വന്നു അവർക്ക്. പക്ഷെ ഈ 4 രാജകുമാരന്മാരോ ഒരു മൃഗത്തിന്റെയോ പക്ഷിയുടെയോ ഒരിക്കലും ഒരമ്പയച്ചിട്ടില്ല. അതാണ് അവരുടെ ആ ഒരു സ്വഭാവശുദ്ധി. വളരെ അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമല്ലാതെ കൊല്ലുന്നതിലോ
മുറിപ്പെടുത്തുന്നതിലുള്ള സന്തോഷത്തിന് വേണ്ടി തങ്ങള് ആയുധം ഉപയോഗിക്കുകയില്ലെന്ന് ഗൗരവപൂർവ്വം പ്രതിജ്ഞ ചെയ്തിരുന്നു. കൂടാതെ കഴിയില്ല എന്നുള്ള ഒരു ഇത് വന്നാൽ മാത്രം ഞങ്ങള് എന്തിനെങ്കിലും ഒരു മൃഗത്തിന് കൊല്ലുകയുള്ളൂ എന്ന് അവർ ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ പോലും അവർ അത് ലംഘിച്ചിട്ടുമില്ല. പരിശീലകന്മാര് പലപ്പോഴും അവരെ കാൽനടയെ സഞ്ചരിക്കാനും നായാട്ടിനുമായി കാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. പക്ഷേ അവിടെ എന്താ, മൃഗങ്ങളെയോ പക്ഷികളെയോ കണ്ടാൽ പരിശീലകന്മാർ അമ്പയക്കാൻ പറയും. അപ്പോഴൊക്കെ അവർ പ്രതിഷേധിച്ചു പറയാറ്, വേണ്ട, എന്തിന്, ഈ വെറും നിരപരാധികളായ ലക്ഷ്യങ്ങൾക്ക് നേരെ അയക്കാനുള്ളതല്ല ഈ അസ്ത്രങ്ങള്. ഒരു ലക്ഷ്യബോധം ഉണ്ട് രാമന്റെ അസ്ത്രത്തിന്. അതാണ് ശിഷ്ടന്മാരെ രക്ഷിക്കാനും ലോകത്തിന്റെ ക്ഷേമത്തിനും ജനങ്ങളുടെ സേവനത്തിനും വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് ഈ അസ്ത്രങ്ങള് എന്ന് രാമൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ആ ആവശ്യത്തിന് വേണ്ടിയാണ് അവ ഞങ്ങളുടെ കൈവശമുള്ളത്. ഈ നിസ്സാരമായ വിനോദങ്ങൾക്കായി ഉപയോഗിച്ച് ഞങ്ങള് ഈ ആയുധങ്ങളെ അപമാനിക്കുകയില്ല, തീർച്ചയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ആ നിർദ്ദേശപ്രകാരം ചെയ്തതുമില്ല. എല്ലാരും പറയുമ്പോലെ രാമൻ കേൾക്കണ്ട. രാമനായിട്ടൊരു തോന്നലുണ്ട്, അതേ ചെയ്യുള്ളൂ, അതേ അനിയന്മാരും ചെയ്യുള്ളൂ. ഗുരുക്കന്മാർക്ക് കുട്ടികളുടെ വാദം സ്വീകരിക്കേണ്ടി വന്നു. രാമന്റെ ഓരോ വാക്കും കർമ്മവും അനുകമ്പ പ്രേരിതമായിരുന്നു. ചില സമയത്ത് ലക്ഷ്മണൻ പക്ഷിയുടെയോ മൃഗത്തിന്റെയോ നേരെ അമ്പയക്കാൻ ലക്ഷ്യം വെക്കുന്നത് കണ്ടാലേ അപ്പം ജ്യേഷ്ഠനായ രാമൻ തടുക്കും. ലക്ഷ്മണ, എന്തൊരു ഉപദ്രവമാണ്, നിനക്കോ ലോകത്തിനോ അത് ചെയ്തതൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതിനെയ്യുവാൻ നീ ആഗ്രഹിക്കുന്നത് എന്തിന്? നിരപരാധികളായ ജീവികളെ ഉപദ്രവിക്കരുതെന്ന രാജാക്കന്മാരുടെ നീതിധർമ്മങ്ങൾക്ക് എതിരല്ലേ അത്? എനിക്കതറിയില്ലേ അനുജ? അത് നിനക്കറിഞ്ഞൂടെ? ചക്രവർത്തി പലപ്പോഴും രാജകുമാരന്മാരെ അടുത്തിരുത്തി മന്ത്രിമാരുടെ ഇടയിലിരുന്ന് ഭരണ സംബന്ധമായ നീതി ന്യായ വിചാരണയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഭരണത്തിൽ ധർമ്മതത്വങ്ങൾ അവലംബിക്കുന്നതിനെ കുറിച്ച് ചർച്ച നടത്തും. ഇടക്കിടക്ക് കുട്ടികളെ അടുത്തിരുത്തിയിട്ട് ഇങ്ങനെ ചർച്ച നടത്തും. എന്തിന്? ഇവരിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം തന്റെ പൂർവ്വ പിതാക്കന്മാരുടെയും മറ്റുള്ളവരുടെയും കഥകൾ പറഞ്ഞു. അവരെങ്ങനെ പ്രജകളോട് സ്നേഹവും ഭക്തി നേടിയെന്ന് പറയും. അവരെങ്ങനെ രാക്ഷസന്മാർക്കെതിരായും ദേവന്മാർക്ക് വേണ്ടി പോരാടിയെന്ന് പറയും. അവരുടെ പരിശ്രമങ്ങളിൽ ഈശ്വര കാരുണ്യവും സഹായവും എങ്ങനെ ഉണ്ടായി എന്ന് പറയും. അങ്ങനെയുള്ള കഥകളാണ് ഈ അച്ഛൻ മക്കളെ അടുത്തിരുത്തിട്ട് പറയാറ് പതിവ്. അച്ഛനും മക്കൾക്കും ഈ കഥകൾ പറയുമ്പോൾ ഹർഷപ്രകർഷമുണ്ടാകും. ഈ ചർച്ചകളിൽ മന്ത്രിമാർ മാറി മാറി പങ്കെടുക്കുകയും ചെയ്യും. കുറേ മന്ത്രിമാരുണ്ടല്ലോ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് രാജകുമാരന്മാർ വളർന്നു വന്നു. ആ വളർന്നു വന്ന സമയത്ത് കുട്ടികളെ വലുതാകുമ്പോൾ ഇപ്പം വിചാരിക്കണ്ടേ, ഭരണപരമായ ചില പ്രവർത്തനങ്ങൾ അവരെ ഏൽപ്പിക്കാമെന്ന വിശ്വാസം മന്ത്രിമാർക്കുണ്ടായി. രാജകുമാരന്മാർക്ക് പ്രായപൂർത്തിയായി. അവർ ഭരണഭാരം ഏറ്റെടുത്താൽ ഭൂമി സ്വർഗമായി മാറും എന്ന് എല്ലാ ജനങ്ങളും വിശ്വസിച്ചു. രാജകുമാരന്മാരെ കണ്ട ജനങ്ങൾക്ക് അവർ തമ്മിൽ സ്നേഹപൂർവമായ ഒരു ബന്ധം ഉയർന്നു വരുന്നുണ്ടെന്നും തോന്നി. രാജകുമാരെ കാണുമ്പോൾ അവർ തമ്മിൽ നടക്കാറുള്ള സംഭാഷണങ്ങളിൽ മാനസികമായ ഐക്യം പ്രകടമായിരുന്നു. അവര് നാലാളും ഒരേ അഭിപ്രായക്കാരാണ്. ഏട്ടൻ പറയുന്ന അഭിപ്രായമാണ് മറ്റു 3 അനിയന്മാർക്കും. സരളരും വിനീതരും ഗുണശാലികളും നിസ്വാർത്ഥികളും ആ രാജകുമാരന്മാരെ സ്നേഹിക്കാത്ത, അവരെ നോക്കിയിരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളും തന്നെ അയോധ്യ നഗരിയിൽ ഉണ്ടായിരുന്നില്ല. അയോധ്യയിലെ കുട്ടികൾക്ക് അവർ സ്വന്തം അവരവരുടെ ശരീരം പോലെ സ്നേഹമായിരുന്നു ഈ കുട്ടികളോട്. അങ്ങനെ അവർ നഗരത്തിന്റെ ഹൃദയം പോലെ വിലപ്പെട്ടതുമായിരുന്നു കുട്ടികളെന്ന് പറഞ്ഞു വെച്ചു. ഇനിയിപ്പോ എന്താ, പരാവിദ്യയാണ് പറയേണ്ടത്. കുട്ടികളുടെ ഓരോരോ വിദ്യയെ കുറിച്ചാണ് പറയുന്നത്. പരാവിദ്യ എന്താ ഈ പരാവിദ്യ എന്നുള്ളത് നമുക്ക് നാളെ നോക്കാം അല്ലെ. ദണ്ഡകാരണ്യവാസായ ഖണ്ഡിതാമരശത്രവേ വൃദ്ധരാജായ ഭക്തായ മുക്തിദായ മംഗളം സാദരം ശബരീദത്ത ഫലമൂലാഭിലാഷിണേ സൗലഭ്യപരിപൂർണായ സത്യോദ്യുക്തായ മംഗളം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര പ്രഭോ പാഹി പാഹി.
കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.